ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മ്യാൻമാർ പ്രസിഡന്റ് യു മിങ് ഓങ് ലേങ്ങും ഉഭയകക്ഷി ചർച്ചകൾ നടത്തി. മ്യാൻമാറിന്റെ പരമാധികാരത്തിനും അഖണ്ഡതയ്ക്കുമുള്ള ഇന്ത്യയുടെ പിന്തുണ ആവർത്തിച്ച് പ്രധാനമന്ത്രി. ഇന്ത്യ ഓസ്ട്രേലിയ പ്രതിരോധതല ബന്ധം ശക്തിപ്പെട്ടതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. സാങ്കേതിക ഗവേഷണങ്ങളിൽ സഹകരണം മെച്ചപ്പെടുത്താൻ ധാരണ. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാര കരാറിലെ ഭൂരിഭാഗം വിഷയങ്ങളിലും ധാരണയിലെത്തിയതായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കറെ തെരഞ്ഞെടുക്കാൻ ഇന്ന് വോട്ടെടുപ്പ്. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ചയ്ക്കും ഇന്ന് തുടക്കം. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു. ഇന്ന് 10 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 5 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. അണ്ടർ 18 ഏഷ്യ കപ്പ് ഹോക്കിയിൽ കൊറിയയ്ക്കെതിരെ ഇന്ത്യയ്ക്ക് ജയം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മ്യാൻമാർ പ്രസിഡന്റ് യു മിങ് ഓങ് ലേങ്ങും വിവിധ വിഷയങ്ങളിൽ ഉഭയകക്ഷി ചർച്ചകൾ നടത്തി. വ്യാപാരം, നിക്ഷേപം, ആരോഗ്യം, വിദ്യാഭ്യാസം, ഊർജ്ജം എന്നീ മേഖലകളിൽ കൂടുതൽ സഹകരണത്തിന് ഇരുപക്ഷവും താൽപര്യം പ്രകടിപ്പിച്ചതായി വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മ്യാൻമാറിന്റെ പരമാധികാരത്തിനും അഖണ്ഡതയ്ക്കുമുള്ള ഇന്ത്യയുടെ പിന്തുണ പ്രധാനമന്ത്രി ആവർത്തിച്ചതായും അദ്ദേഹം പറഞ്ഞു. തന്ത്രപ്രധാനമായ കലാതൻ മൾട്ടി മോഡൽ ട്രാൻസിറ്റ് പദ്ധതി വേഗത്തിൽ പൂർത്തിയാക്കാൻ ചർച്ചയിൽ ധാരണയായതായും വിദേശകാര്യ സെക്രട്ടറി അറിയിച്ചു. Both sides expressed an interest in forging closer cooperation, particularly in the areas of trade and investment, in development cooperation, in health, in education, in energy, and agreed to work as quickly as possible towards the completion of the Kaladan multimodal transit transport project, as well as the Kalewa-Yaji segment of the India-Myanmar-Thailand trilateral highway. ഇന്ത്യയും മ്യാൻമറും തമ്മിലുള്ള നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ബന്ധവും ബുദ്ധമത പൈതൃകവും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധങ്ങൾക്ക് ഊഷ്മളത നൽകുന്നതായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്നലെ രാഷ്ട്രപതി ഭവനിൽ മ്യാൻമാർ പ്രസിഡന്റ് യു മിങ് ഓങ് ലേങ്ങിന് സ്വീകരണം നൽകി. ഇന്ത്യ ഒമാൻ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക് വിപണികൾ വൈവിധ്യവൽക്കരിക്കാനും പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും അവസരമൊരുക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കരാറിനെക്കുറിച്ച് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ എഴുതിയ ലേഖനം പ്രധാനമന്ത്രി സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ചു. കരാർ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിന് ശക്തി പകരുമെന്ന് ശ്രീ ഗോയൽ പറഞ്ഞു. ഇന്ത്യ ഒമാൻ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ ഇന്നലെയാണ് പ്രാബല്യത്തിൽ വന്നത്. സ്വതന്ത്രവും സുസ്ഥിരവും സമൃദ്ധവുമായ ഇന്തോ പസഫിക് മേഖലയ്ക്കായി പരസ്പര സഹകരണം വർദ്ധിപ്പിക്കേണ്ടതിന്റെ പ്രാധാന്യം ആവർത്തിച്ച് ഇന്ത്യയും ഓസ്ട്രേലിയയും. ന്യൂഡൽഹിയിൽ നടന്ന ഇന്ത്യ ഓസ്ട്രേലിയ പ്രതിരോധ മന്ത്രിമാരുടെ ചർച്ചയുടെ 2ാം പതിപ്പിൽ ഭാവി സാങ്കേതിക ഗവേഷണങ്ങളിൽ പ്രതിരോധ വ്യവസായ സഹകരണം മെച്ചപ്പെടുത്താൻ ധാരണയായി. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗും ഓസ്ട്രേലിയൻ ഉപപ്രധാനമന്ത്രി റിച്ചാർഡ് മാലസും സംയുക്തമായാണ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധതല ബന്ധം ഗണ്യമായി ശക്തിപ്പെട്ടിട്ടുണ്ടെന്നും ശ്രീ സിംഗ് പറഞ്ഞു. We work with a renewed momentum, effectively contributing to growth of bilateral defense relations. Excellency, today is the 5th anniversary of elevation of our relations to comprehensive strategic partnership. I appreciate the significant strides made in our bilateral relationship across a wide range of sectors, from political exchanges to defense partnership. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാര കരാറിലെ ഭൂരിഭാഗം വിഷയങ്ങളിലും ധാരണയിലെത്തിയതായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. 1ാം ഘട്ട ഇടക്കാല കരാറിന് അന്തിമരൂപം നൽകുന്നതിനുള്ള ചർച്ചകൾക്കായി US പ്രതിനിധി സംഘം ന്യൂഡൽഹിയിലെത്തിയതായി അദ്ദേഹം പറഞ്ഞു. ഇന്നു മുതൽ ഈ മാസം 4 വരെ ന്യൂഡൽഹിയിലാണ് ചർച്ച. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കറെ തെരഞ്ഞെടുക്കാൻ ഇന്ന് വോട്ടെടുപ്പ്. LDFൽ നിന്ന് മുഹമ്മദ് മുഹസിൻ പത്രിക നൽകിയതോടെയാണ് വോട്ടെടുപ്പ് വേണ്ടിവന്നത്. ഷാനിമോൾ ഉസ്മാനാണ് UDF സ്ഥാനാർത്ഥി. BJP മത്സരിക്കുന്നില്ല. വിശദാംശങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പളുരുത്തി.
ഇന്നു രാവിലെ 9 മണിക്കാണ് ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ്. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിനുള്ള നന്ദി പ്രമേയ ചർച്ചയും സഭയിൽ ഇന്ന് ആരംഭിക്കും. 16ാം നിയമസഭയിലെ ആദ്യ ശ്രദ്ധ ക്ഷണിക്കലും ഇന്നാണ് നടക്കുന്നത്. മലയിടം തുരുത്തിലെ കുടിയൊഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട് VP സജീന്ദ്രനും മഴക്കാലപൂർവ്വ ശുചീകരണങ്ങളുമായി ബന്ധപ്പെട്ട് സജി ചെറിയാനും ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയങ്ങൾ അവതരിപ്പിക്കും. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു. ഇന്ന് 10 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ മഴ അതിശക്തമാകാൻ സാധ്യതയുള്ളതിനാൽ 4 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയുമാണ്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 5 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കർണാടക തീരത്ത് നാളെ മുതൽ വെള്ളിയാഴ്ച വരെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും നിർദ്ദേശമുണ്ട്. ജലനിരപ്പ് ക്രമീകരിക്കുന്നതിനായി ഭൂതത്താൻകെട്ട് ബാരേജിന്റെ ഷട്ടറുകൾ ഇന്നു മുതൽ ഘട്ടം ഘട്ടമായി ഉയർത്തും. പെരിയാറിൽ നീരൊഴുക്ക് കൂടാൻ സാധ്യതയുള്ള പശ്ചാത്തലത്തിൽ ജലനിരപ്പ് 30 മീറ്ററിന് താഴെയായി ക്രമീകരിക്കുന്നതിനാണ് ഷട്ടറുകൾ ഉയർത്തുന്നത്. ലെബനനിൽ ഹിസ്ബുള്ളക്കെതിരായി ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾ ഇറാനും യുഎസുമായുള്ള വെടിനിർത്തൽ കരാറിന് ഭീഷണിയാകുമെന്ന് ഇറാൻ. യുഎസുമായുള്ള കരാർ പ്രകാരം എല്ലാ മുന്നണികളിലും വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരണമെന്നും ഏതെങ്കിലും പ്രദേശത്ത് ലംഘനമുണ്ടായാൽ അത് മുഴുവൻ കരാറിന്റെയും ലംഘനമാകുമെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗ്ചി പറഞ്ഞു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവുമായും ഹിസ്ബുള്ളയുമായും നടത്തിയ ചർച്ചയിൽ ആക്രമണങ്ങൾ നിർത്തിവെക്കാൻ ഇരുപക്ഷവും സമ്മതിച്ചതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. സമൂഹമാധ്യമത്തിലൂടെയാണ് ട്രംപ് ഇക്കാര്യം അറിയിച്ചത്. ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിൽ നടക്കുന്ന ആക്രമണങ്ങൾ രൂക്ഷമായതിനെ തുടർന്നാണ് ചർച്ച. ജപ്പാനിൽ നടക്കുന്ന പുരുഷ അണ്ടർ 18 ഏഷ്യ കപ്പ് ഹോക്കി 3ാം പൂൾ A മത്സരത്തിൽ കൊറിയയ്ക്കെതിരെ ഇന്ത്യയ്ക്ക് ജയം. 1-4 ഗോളുകൾക്കാണ് ഇന്ത്യയുടെ ജയം. ജയത്തോടെ പൂൾ എയിൽ കൊറിയയ്ക്കും ജപ്പാനുമൊപ്പം ഇന്ത്യ 6 പോയിന്റുമായി സമനിലയിലെത്തി. 2026 ഏഷ്യൻ ഗെയിംസിന് മുന്നോടിയായി 22 തുഴച്ചിൽ കായിക താരങ്ങളെ ടാർഗറ്റ് ഒളിമ്പിക് പോഡിയം സ്കീമിന്റെ ഡെവലപ്മെന്റ് ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി കേന്ദ്ര യുവജന കായിക മന്ത്രാലയം. വ്യക്തിഗത മെഡൽ സാധ്യതകളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ മികച്ച കായിക നിരയെ വാർത്തെടുക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. കഴിഞ്ഞ 12 വർഷത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ പ്രധാന മേഖലകളിൽ നടത്തിയ പ്രവർത്തനങ്ങളെക്കുറിച്ച് ആകാശവാണി പ്രത്യേക പരിപാടി ഒരുക്കുന്നു. ഇന്ന് സ്ത്രീ ശാക്തീകരണത്തിനായി സർക്കാർ സ്വീകരിച്ച നടപടികളെക്കുറിച്ചറിയാം. പ്രധാനമന്ത്രി മുദ്ര യോജന വഴി വിതരണം ചെയ്ത 40 ലക്ഷം കോടി രൂപയുടെ വായ്പകളിൽ 17 ലക്ഷം കോടിയും വനിതാ സംരംഭകർക്കാണ് ലഭിച്ചത്. സ്ത്രീകളുടെ സമ്പാദ്യശീലവും വരുമാനവും വർദ്ധിപ്പിക്കുന്നതിനായി സുകന്യ സമൃദ്ധി യോജന, വുമണിയ, ലഖ്പതി ദീദി തുടങ്ങിയ പദ്ധതികളും മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നു. CMRLനെതിരെയുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടപടികൾ വെള്ളിയാഴ്ച വരെ നിർത്തിവെക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടു. CMRL സമർപ്പിച്ച അപ്പീലിൽ വിധി പറയുന്നതിനായി കേസ് വെള്ളിയാഴ്ചത്തേക്ക് മാറ്റി. ലഹരിക്കെതിരായി സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ട് പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ഉത്തരാഖണ്ഡിലെ ചമോലി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന വാലി ഓഫ് ഫ്ലവേഴ്സ് വിനോദസഞ്ചാരികൾക്കായി തുറന്നുകൊടുത്തു. 300-ലധികം ഇനം പൂക്കളുടെയും നിരവധി അപൂർവ സസ്യജാലങ്ങളുടെയും ആവാസ കേന്ദ്രമാണിത്. ഒക്ടോബർ 31 വരെ താഴ്വര സന്ദർശകർക്കായി തുറന്നിരിക്കും. നരേന്ദ്രമോദി സർക്കാരിന്റെ 12 വർഷത്തെ പ്രവർത്തനങ്ങളുടെ വിലയിരുത്തലുമായി ബന്ധപ്പെട്ട് BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ ഇന്നലെ ന്യൂഡൽഹിയിൽ പാർട്ടി ഭാരവാഹികളുമായും പ്രവർത്തകരുമായും ചർച്ച നടത്തി. കേന്ദ്ര സർക്കാരിന്റെ 12 വർഷത്തെ പ്രവർത്തനങ്ങൾ ഇന്ത്യയെ എല്ലാ മേഖലകളിലും പുരോഗതിയിലേക്ക് നയിച്ചതായി അദ്ദേഹം പറഞ്ഞു. 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സമൂഹമാധ്യമ അക്കൌണ്ടുകൾ നിരോധിച്ച് മലേഷ്യ. സമൂഹമാധ്യമങ്ങളുടെ അമിത ഉപയോഗത്തിന് നിയന്ത്രണം കൊണ്ടുവരുന്നതിനാണ് നടപടി. ഓസ്ട്രേലിയ, ബ്രസീൽ, ഇന്തോനേഷ്യ എന്നിവയുൾപ്പെടെയുള്ള രാജ്യങ്ങളും കുട്ടികളുടെ സമൂഹമാധ്യമ ഉപയോഗത്തിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മ്യാൻമാർ പ്രസിഡന്റ് യു മിങ് ഓങ് ലേങ്ങും ഉഭയകക്ഷി ചർച്ചകൾ നടത്തി. മ്യാൻമാറിന്റെ പരമാധികാരത്തിനും അഖണ്ഡതയ്ക്കുമുള്ള ഇന്ത്യയുടെ പിന്തുണ ആവർത്തിച്ച് പ്രധാനമന്ത്രി. ഇന്ത്യ ഓസ്ട്രേലിയ പ്രതിരോധതല ബന്ധം ശക്തിപ്പെട്ടതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. സാങ്കേതിക ഗവേഷണങ്ങളിൽ സഹകരണം മെച്ചപ്പെടുത്താൻ ധാരണ. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാര കരാറിലെ ഭൂരിഭാഗം വിഷയങ്ങളിലും ധാരണയിലെത്തിയതായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കറെ തിരഞ്ഞെടുക്കാൻ ഇന്ന് വോട്ടെടുപ്പ്. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ചയ്ക്കും ഇന്ന് തുടക്കം. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു. ഇന്ന് 10 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 5 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. അണ്ടർ 18 ഏഷ്യ കപ്പ് ഹോക്കിയിൽ കൊറിയയ്ക്കെതിരെ ഇന്ത്യയ്ക്ക് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.